ഞാനിപ്പോൾ ഉള്ളത് വെളിയത്ത് ഷെരീഫിൻ്റെ വീട്ടിലാണ് ഉള്ളത്. നമ്മളെല്ലാം അറിഞ്ഞു, കഴിഞ്ഞ ഒരു 4 ദിവസം മുമ്പ് ഈ കുടുംബം വാഗമണ്ണിൽ വിനോദയാത്രയ്ക്ക് പോയിട്ട് തിരിച്ചു വരുന്ന വഴി രാത്രി 11 മണിയോടുകൂടി ഈരാറ്റുപേട്ടയിലേക്ക് തിരിച്ചു വരുന്ന വഴി അപ്രതീക്ഷിതമായി ബൈക്കിൽ വന്ന കുറേ ചെറുപ്പക്കാർ, ഇവർ സഞ്ചരിച്ച വാഹനം കാറ് വിലങ്ങി തടഞ്ഞു നിർത്തി ആ വാഹനത്തിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും പിടിച്ചിറക്കി അതിക്രൂരമായി മർദ്ദിച്ച ഒരു സംഭവം. അതിൻ്റെ വീഡിയോ വിഷ്വൽസ് ഇന്നലെ രാത്രി മുതലാണ് ശരിക്കും പുറത്തു വന്നത്. ആ വീഡിയോ വന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം അറിയുന്നത്. ഞാനിവിടെ വന്ന് കണ്ടപ്പോൾ, ഇവരുടെ ഉപദ്രവവും കണ്ടപ്പോൾ സത്യത്തിൽ വലിയ വിഷമം വന്നുപോയി. അതായത് ഭിന്നശേഷിക്കാരിയായ ഒരു സ്ത്രീ, അവരെ പോലും വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി അവിടെ കാലിൽ ചവിട്ടി, കാലിൽ നീര് കാണണം, അതുപോലെ നീര് വെച്ച് വേദനിച്ച അവർ വിശ്രമിക്കുകയാണ്. വീട്ടുകാരൻ, ഇവിടുത്തെ പ്രിയപ്പെട്ട ഷെരീഫ് കാക്ക, അദ്ദേഹം ഇപ്പം ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. ആ ഒരു വിഷയം ഉണ്ടായി. അതിനുശേഷം അവർ ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പോലീസ് സ്റ്റേഷനിലേക്ക് ഇൻറ്റിമേഷൻ പോയി. അവസാനം പോലീസ്, വാഗമൺ പോലീസ് ഇവരെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നതിന് വേണ്ടി രാവിലെ 10 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ നിന്നിട്ട് അന്ന് രാത്രി 11 മണി വരെ അവരവിടെ പിടിച്ചു നിർത്തണം. ഈ വിഷയം എങ്ങനെയെങ്കിലും സെറ്റിൽ ചെയ്ത് വിടാൻ വേണ്ടിയുള്ള പോലീസിൻ്റെ ഒരു ആവശ്യമില്ലാത്ത ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായത് വളരെ ഗൗരവമായ ഒരു സംഭവമാണ്. ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ ഇവരുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രകോപനവും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കൃത്യമായി കാര്യങ്ങൾ പഠിച്ചു. ഈ സംഭവം നടന്ന സ്ഥലത്തും വാഗമണിലും അനുബന്ധമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പഠിച്ചപ്പോഴത്തേക്കും ഉപദ്രവിക്കേണ്ട യാതൊരു കാരണവും ഉണ്ടായില്ല. വാഹനം തടഞ്ഞു നിർത്താനോ വലിച്ചിറക്കാനോ അടിക്കാനോ വേണ്ട യാതൊരുവിധ വിഷയങ്ങളും ഉണ്ടായില്ല. വളരെ സ്മൂത്തായിട്ട് വാഹനം ഓടിച്ചു വന്നപ്പോഴാണ് അപ്രതീക്ഷിതമായി യാതൊരു കാര്യമില്ലാതെ പ്രകോപിതമായി ഇവർ വന്ന് ഈ ഉപദ്രവം ഉപദ്രവിച്ചത്. തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ അറിഞ്ഞത് ഇവരുടെ ഒരു വലിയ സമ്മർദ്ദം കൊണ്ട്, അതായത് അതുപോലെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പോലീസ് സ്റ്റേഷനിൽ പോയി കുത്തിയിരുന്ന് ഇവർ പ്രതിഷേധം എന്നതുപോലെ അറിയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എഫ്ഐആർ ഇട്ടിരിക്കുകയാണ്. എഫ്ഐആർ ഡൗൺലോഡ് ചെയ്ത് വായിച്ചു നോക്കി. അതിൽ കാര്യമായിട്ടൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിന് ആ രീതിയിൽ ഈ കേസിൽ ആസ്പദമായിട്ടുള്ള ഈ കുറ്റം ചെയ്തിട്ടുള്ള പ്രതികൾ, അവരെ സംബന്ധിച്ച് അവരെ നിയമത്തിൽ കൊണ്ടുവരേണ്ടത് ഇപ്പോൾ അത്യാവശ്യമാണ്. കാരണം യാതൊരു വിഷയമില്ലാതെ വന്ന ആ വിനോദസഞ്ചാരികളായ ഇവരെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല. എനിക്ക് തോന്നുന്നു ഒരു മാസം മുമ്പ് ഇതേപോലെ ഒരു സംഭവം മാവടി ദീപയെ ഭാഗത്ത് വെച്ചുണ്ടായി. അപ്പോൾ ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വാഗമൺ എന്ന് പറയുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ, രാജ്യത്ത് അറിയപ്പെടുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഇനിയും ആളുകൾ അങ്ങോട്ട് ധാരാളമായി കടന്നു വരും. അപ്പോൾ ഇത്തരത്തിൽ യാതൊരു വിഷയമില്ലാതെ പ്രകോപനം ഇല്ലാതെ ഇങ്ങനെ വന്ന് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ആവർത്തിച്ചുകൂടാ. ഈ കാര്യത്തിൽ വളരെ ശക്തമായ നിയമ നടപടികൾ നമ്മൾ മുമ്പോട്ട് പോകും. ബന്ധപ്പെട്ട ആളുകളെയൊക്കെ അറിയിക്കും. സംസ്ഥാന തലത്തിൽ, മന്ത്രിതലത്തിൽ വരെ ഇടപെട്ട് ഈ കേസ് വളരെ ഗൗരവമായി, പ്രതികളെ കുറിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്കും അതാണ് ഏറ്റവും രസം. പ്രതികൾ ക്രിമിനൽ പശ്ചാത്തലം ഉള്ള ആളുകളാണെന്നുള്ളതാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് പോലും പോലീസ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നതിനുള്ള നിലപാടുമായി മുന്നോട്ട് പോയത് തികച്ചും അപലപനീയമാണ്. അതിന് ഈരാറ്റുപേട്ടയുടെ നഗരസഭാ ചെയർപേഴ്സൺ എന്ന നിലയിൽ ബന്ധപ്പെട്ട എല്ലാ തരത്തിലുമുള്ള ആളുകളുമായി കണക്ട് ചെയ്ത് ഈ വിഷയത്തിൽ ഗൗരവമായി നമ്മൾ മുന്നോട്ട് പോകും എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്.